ദിവസങ്ങളിൽ പഠിച്ച ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഹോംവർക്ക് ചെയ്ത് കണ്ടുപിടിച്ചു. എത്ര പേര് കൃത്യമായ ആൻസർ കിട്ടി? പരിശുദ്ധാത്മാവ് എത്ര പ്രാവശ്യം ഉണ്ട്? എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന പദം അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് പിന്നീട് ഒരാഴ്ചയും കൂടെ മുൻപോട്ട് കൊണ്ടുപോയി. കിട്ടിയ ആൻസർ കിട്ടിയവർക്കൊന്ന് പറയാം. മൈക്ക് ഓണാക്കിയിട്ട് ആൻസർ കിട്ടിയവർ പറഞ്ഞു. 42. അനൂപ പറയുന്നു 42. നിബ സിസ്റ്റർ 42. അടുത്ത് കിട്ടിയ ആൾക്ക് പറയാം. നിങ്ങളുടെ എണ്ണം വ്യത്യസ്തമായിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടിയത് പറയാം. ബിൻസി 36. 42. അലിസ 42. രണ്ടായിട്ടാ കണ്ടുപിടിച്ചല്ലേ? ആണോ? അല്ല, അലിസ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡയറി ഉണ്ട്, ഡയറി കയ്യിലുണ്ട്. അടുത്ത ആരെങ്കിലും? ഓക്കെ. അല്ലേ? 42. എവിടെയുണ്ടോ? ആദ്യമേ ഉണ്ടായിരുന്നു. പോയല്ലേ? ഓക്കെ. ഓക്കെ, കണ്ടുപിടിച്ച എല്ലാവർക്കും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വലിയൊരു എഫേർട്ട് അതിനകത്തുണ്ട് എന്ന് എനിക്കറിയാം. കാരണം 28 അധ്യായങ്ങളുടെ കടന്നു പോയെങ്കിൽ ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ 42 എന്നതാണ് ശരിക്കുള്ള ആൻസർ. 42 പറഞ്ഞവരെ ദൈവാനന്ദ അനുഗ്രഹിക്കട്ടെ. ബാക്കി 42 ഉണ്ട്. പിന്നെ 42 പ്ലസ് 8 ആത്മാവ് എന്ന് പറയുന്നു. ആത്മാവ് എന്നത് നമുക്ക് കാണാൻ, ആത്മാവ് എന്ന് പല ഭാഗത്തായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവും ആത്മാവ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് അവരെ ഉദ്യമിപ്പിച്ചു എന്നതിനെ കുറിച്ചും ഒക്കെ കാണാൻ കഴിയും. അങ്ങനെ ടോട്ടൽ 50 പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവ് എന്ന പദം മാത്രമാണ് യോജിച്ചിരിക്കുന്നത്. അത് 42 ആണ്. അവിടെ അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ റെഫറൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കിട്ടിയവര് കേട്ടോ, എനിക്ക് അത് അയക്കണം. അയച്ചവരുണ്ട്. ഇങ്ങനെ ഇംഗ്ലീഷിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ റെഫറൻസ് നമ്മുടെ ഓരോരുത്തരും സൂക്ഷിക്കണം. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ കഷ്ടപ്പെട്ട് വളരെ എന്ത് ചെയ്തു, അതിന് പുറകിൽ ഹോംവർക്ക് ചെയ്ത അവരെ ഓരോരുത്തരും എന്ത് ചെയ്യും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് പഠിച്ചത്? ജിനുവാൻറ്റി പറയുന്നു പരിശുദ്ധാത്മാവിന്റെ അവരോഹണം എന്നതിനെ കുറിച്ചാണ് നാം പഠിച്ചത്. ഒന്നാമത്തെ പുസ്തകത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഒന്നാമത്തെ അധ്യായത്തിലെ മെയിൻ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണത്തെ കുറിച്ചാണ് നമുക്ക് ഒന്നാം അധ്യായത്തിൽ കാണാൻ സാധിക്കും, അല്ലെ? രണ്ടാം അധ്യായത്തില് പരിശുദ്ധാത്മാവിന്റെ അവരോഹണം കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒന്നാം അധ്യായം തുടങ്ങുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം, സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ് പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു കേട്ടോ. സഭ രൂപീകൃതമാകുന്നു. സഭയുടെ പ്രവർത്തന ശൈലികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതിലൊരു കാര്യം കൂടെ നമുക്കൊന്ന് എഴുതി ചേർക്കാം. ഈ ഹോംവർക്ക് ചെയ്തവരൊക്കെ വിൻഷേച്ചി, അതോടൊപ്പം തന്നെ അനുപ സിസ്റ്ററെ, അരിസാനെ, എല്ലാവരെയും ദൈവമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ അവിടുന്ന് നിറയട്ടെ. വീണ്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളുണ്ട്. പല ഹോംവർക്കുകൾ ഇവിടെ ഉണ്ട്. അതിലും നിങ്ങൾ ഒന്നാമതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യാനും പ്രസന്റ് ചെയ്യാനും ദൈവം സഹായിക്കട്ടെ. നമുക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യാനായിട്ട് ഒന്ന് വിട്ടുപോയി. ആദ്യകാല സഭയുടെ പ്രവർത്തന രീതി പറഞ്ഞ് നമ്മൾ നിർത്തിയത് അല്ലെ? ഏതൊക്കെ ഭാഗങ്ങൾ അതിനകത്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു വിവിധ യുഗങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? വിവിധ യുഗങ്ങളെ കുറിച്ച്. ഇതിൽ നമ്മളായിരിക്കുന്ന യുഗം ഏതാണ്? കൃപായുഗം. എത്ര യുഗമുണ്ട്? 7 യുഗം അല്ലെ? 7 യുഗം. 7 യുഗം. 7 യുഗത്തിൽ ഒന്നാമത്തെ തൊട്ടെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓക്കെ വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പൊ വളരെ ആഴമായിട്ട് പഠിക്കുന്നുണ്ട്. ദൈവം ഓരോരുത്തർക്കും വീണ്ടും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ യുഗങ്ങൾ ഇവിടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നതുകൊണ്ട് പേരന്റ്സുമായിട്ട് നിങ്ങൾ നോട്ട് ഇവിടെയുണ്ട്. അത് പിള്ളേർക്കായിട്ട് തരുന്നതായിരിക്കും. പിള്ളേർ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് അത് പിന്നീട് അവർക്ക് മാത്രമായിട്ട് കൊടുക്കും. ഇംഗ്ലീഷിലുള്ള നോട്ട്, അത്യാവശ്യമായ കാര്യങ്ങൾ. അപ്പോൾ അവരും അത് പഠിക്കാം. കുട്ടികൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കുട്ടികൾ ആര് മാത്രം? പറഞ്ഞു. മലയാളം ഇംഗ്ലീഷോ ഇതിൽ രണ്ടും പറഞ്ഞു. നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണയുഗം, പ്രവാചക യുഗം, കൃപയുഗം, സഹസ്രാബ്ദ യുഗം. പറഞ്ഞു. അനുഗ്രഹിക്കട്ടെ. അവർക്ക് ഇച്ചിരി കട്ടിയാണ് ആ വാക്കുകളൊക്കെ ഒന്ന് പറയാനായിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ലെങ്കിലും അത്രയൊക്കെ പറഞ്ഞു. ദൈവം സഹായിക്കട്ടെ. നന്നായിട്ട് പഠിക്കുക. പഠിക്കാൻ കാണിക്കുന്ന ഓരോ ഉത്സാഹത്തിനായിട്ട് ദൈവം സ്തോത്രം ചെയ്യുന്നു. അടുത്ത അടുത്ത് നമ്മൾ എന്താ പറയുക? പരിശുദ്ധാത്മ സ്നാനം നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? പരിശുദ്ധാത്മ സ്നാനത്തിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് എന്തൊക്കെയായിരുന്നു? ഒന്ന് പരിശുദ്ധാത്മാവിന്റെ മുദ്ര അല്ലെ? 2 പരിശുദ്ധാത്മാവിന്റെ നിറവ് അല്ലെ? അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിനുശേഷമായിട്ട് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? പത്രോസിന്റെ പ്രഥമ പ്രസംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അടുത്തായിട്ട് 5ാമത്തെ പോയിന്റ് എന്താണ്? ആദ്യകാല സഭയുടെ അപ്പം ആദ്യകാല സഭയുടെ പ്രവർത്തന രീതിയെ കുറിച്ച് നമ്മൾ പഠിക്കാനിടയായി തീർന്നു. ആദ്യകാല സഭ ആരംഭിച്ചത് അതിന്റെ ആരംഭകൻ ആരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ആരായിരുന്നു? സഭയുടെ പരിശുദ്ധാത്മാവ്. അതാരാ പറഞ്ഞേ? ഇൻജാനെ ഒരു സ്പെഷ്യൽ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഭയുടെ നായകനും നടത്തിപ്പുകാരനും. ഇന്ന് ഭൂമിയിലെ പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്യുന്നത്? നമ്മേവരെയും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സഭ സ്ഥാപിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളൊക്കെ പലപ്പോഴും അറിഞ്ഞു അറിയാതെ പറയും എന്റെ സഭ, ഞങ്ങളുടെ സഭ എന്നൊക്കെ പറയുമ്പോഴും ദൈവത്തിന്റെ അതേ സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അതിന്റെ സൂക്ഷിപ്പുകാരനും നടത്തിപ്പുകാരനുമായിരിക്കുന്നത്. ദൈവമാണെന്ന് സഹായിക്കട്ടെ. അപ്പോൾ അതിൽ തന്നെ ആദ്യകാല സഭയുടെ പ്രവർത്തന രീതിയെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. അതിൽ 1-2 കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ആദ്യകാല സഭയുടെ പ്രവർത്തന രീതി ആണ് അവർ ദൈവവചനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും സമയം വേർതിരിച്ചു. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും സമയം വേർതിരിച്ചു.
നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനങ്ങ് വേഗത്തിൽ അവസാനിപ്പിച്ചതാണ്. അടുത്തത് ഒന്ന്, അവർ ദൈവജനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും. സെക്കൻഡ് വൺ, അന്യോന്യം സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും. അന്യോന്യം സഹായിപ്പാനും പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് അവര് കൂട്ടായ്മ കാണിച്ചു. മൂന്നാമതായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേക സമയം വേർതിരിച്ചു. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേക സമയം വേർതിരിച്ചു. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു സഭയുടെ പ്രവർത്തനങ്ങളിൽ. പിന്നെ അവര് അടിസ്ഥാന ഉപദേശങ്ങളിലേക്ക് കടന്നു, അവരത് നിവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? ദൈവജനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും സമയം വർദ്ധിച്ചു. അതെ. രണ്ട്, അന്യോന്യം സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് കൂട്ടായ്മ ആചരിച്ചു. മൂന്ന്, പ്രത്യേക സമയം വേർതിരിച്ച് പ്രാർത്ഥിച്ചു. കേട്ടോ, ചാപ്റ്റർ 3 അല്ല, നമ്മുടെ 2ന്റെ അവസാനത്തെ ഭാഗമാണ്. ആദ്യകാല സഭയുടെ പ്രവർത്തന രീതിയിൽ വരുന്ന 1-2 പോയിന്റുകൾ കേട്ടോ, പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കണം. അപ്പം സഭ ചെയ്യുന്ന ഒരു കാര്യം ദൈവജനം കേൾക്കുക മാത്രമല്ല, അത് പഠിക്കുകയും കൂടെ ചെയ്യും. അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ വചനം. പഠിക്കുന്ന ഒരു സഭ, പഠിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലത് അല്ലെ? ദൈവജനം പഠിക്കണം. ദൈവത്തിന്റെ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് അവിടുന്ന് കൃപ അധികമായി നൽകട്ടെ. ദൈവത്തിന്റെ വചനം പഠിക്കും തോറും നമ്മൾ എന്ത് ചെയ്യുന്നു? വചനത്തിൽ നമ്മൾ വരുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെ? കേൾക്കുക മാത്രമല്ല, കേൾക്കുകയും ചെയ്യണം, അപ്പോൾ തന്നെ അത് പഠിക്കുകയും ചെയ്യണം, മനസ്സിലാക്കുകയും കൂടെ അത് ചെയ്യണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം പഠിക്കുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. സമയത്തിന്റെ പരിമിതികളുണ്ട്, പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അത്ര അനുകൂലമല്ല എന്നൊക്കെ നമ്മൾ പറയും. എങ്കിലും സമയം കണ്ടെത്തി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന്റെ വചനം ക്രമാതീതമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെ? അപ്പൊ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ കഴിവുള്ളവരും അവർ നന്നായിട്ട് പഠിക്കുന്നതിനും അവരുടെ ഓരോ യൂത്ത് മീറ്റിംഗിലൊക്കെ അവർ പ്രസന്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ പുസ്തകങ്ങളിലൊക്കെ പഠിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇപ്പൊ 119 സങ്കീർത്തനം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പലരും അതിന്റെ പഠനത്തിലാണ്. അതിന്റെ ദൈവജനം പഠിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അത് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ അത് ഹൃദയസ്ഥമാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമായി മാറണം. അപ്പോൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന കാണിക്കുന്ന ഉത്സാഹം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവജനം പഠിക്കാനായിട്ടുള്ള ഒരു വലിയ ഇപ്പൊ ആദ്യമേ തന്നെ നമ്മൾ പഠിക്കേണ്ടത് പുസ്തകക്രമമാണ് പഠിക്കേണ്ടത്. പുസ്തകക്രമം നമ്മൾ പഠിച്ചു വെച്ചാൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രസംഗമൊക്കെ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ പറയാൻ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. എവിടെയാണ് ഇന്ന പുസ്തകം എവിടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അല്ലെ? പഴയ നിയമമാണോ പുതിയ നിയമമാണോ എന്നുള്ളത്. അതിന് പുസ്തകക്രമം എന്ന് പറയും നമ്മുടെ ബൈബിളിന്റെ ആദ്യം കൊടുത്തിരിക്കുന്നത്. മനസ്സിലാകാത്തവർക്ക് വേണ്ടി, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ബൈബിളിന്റെ തുടക്കത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി തൊട്ടുള്ള പുതിയ നിയമം, ഉൽപ്പത്തി തൊട്ടുള്ള പഴയ നിയമം കൊണ്ട് ആ പുസ്തകങ്ങളെല്ലാം ഒന്ന് കാണാതെ പഠിക്കാൻ ഒന്ന് ശ്രമിച്ചാൽ എങ്ങനെയാണ് അത് ഒന്ന് കഴിഞ്ഞ് എത്താണ്ട് വരുന്നതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില പ്രസംഗത്തിൽ അല്ലെങ്കിൽ ചില ശുശ്രൂഷയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില പുസ്തകങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ ആദ്യോട് എന്ത് ചെയ്യുന്നു, അത് ഇങ്ങനെ ലേവ്യ പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ വെളിപ്പാട് തൊട്ട് ഇങ്ങനെ തപ്പുന്നുണ്ട്, ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ കുടഞ്ഞാൽ ഇതൊന്നും വീഴുന്നതല്ല ഈ ഇങ്ങനെ. എന്നിട്ട് പിന്നെ തിരിച്ച് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. അങ്ങനെ പല ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ട് അവസാനം ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ കൈവച്ച് സ്തോത്രം ചെയ്യുകയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അല്ലെ? അപ്പം ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പുസ്തകക്രമം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമ്മൾ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കും. അപ്പം ലേറ്റ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല, പെട്ടെന്ന് എടുക്കുക. പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും
വാക്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് അതേ സാധിക്കും. പിന്നെ ഈ ചെറിയ പ്രവാചകന്മാരെ ഹോശയ, ഹബക്കുക്ക്, ഒബദ്യാവ്, ആമോസ്, യോവേല്, നഹൂം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ആ ഭാഗം ഒന്നും നമുക്ക് നമ്മുടെ കണ്ണടച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, ബൈബിളിനോടുള്ള സ്നേഹക്കുറവുകൊണ്ടൊന്നുമല്ല, നമുക്കിത് എടുക്കാൻ കഴിയത്തില്ല എന്ന് നമ്മുടെ മനസ്സ് തന്നെ പറയുകയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഈ പുസ്തകക്രമം അറിയാത്തതുകൊണ്ടാണ്. പുസ്തകക്രമം എല്ലാവരും ഒന്ന് നന്നായിട്ട് പഠിക്കുക, പതുക്കെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ എത്ര പുസ്തകമുണ്ട് പഴയ നിയമത്തില്? മൊത്തം 66 പുസ്തകമുണ്ട്. അതിലെ പഴയ നിയമം എത്രയുണ്ട്? 39. പുതിയ നിയമം 27. 39 പഠിച്ചാൽ പിന്നെ 66 മനസ്സിലുള്ള ഒരാൾക്ക് 39 ഉണ്ടെങ്കിൽ പിന്നെ ബാക്കികൾ കൂട്ടിയാൽ മതി അല്ലേ? അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് അതേ സാധിക്കും. ഇനി ഓരോന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. അത് പതുക്കെ പഠിച്ചു വെച്ചാൽ മതി. എവിടെയാണ് ഏതാണ് പുസ്തകം എന്നൊക്കെ ഒന്നൊന്ന് പഠിക്കുന്ന നന്നായിരിക്കും. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പം ദൈവദിനം പഠിക്കാൻ അവര് സമയത്തെ കണ്ട്, അപ്പൊ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നമ്മളെക്കാളും ഏറ്റവും അധികം ഈ പെന്തക്കോസ്റ്റ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതലും ഈ യോഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. കൺവെൻഷനുകളെ, കോൺഫറൻസുകളെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പഠന ശാഖകളും പഠനത്തിനായിട്ടുള്ള സമയങ്ങളും വളരെ കുറവാണ്. അപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ബ്രദറൻ വിശ്വാസികൾ, ബ്രദറൻ സഭാവിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ വചനം പഠിക്കാൻ അവർ സമയം വേർതിരിക്കുന്നത്. അപ്പോൾ അവര് മറ്റു രീതിയിൽ പല ഉപദേശമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവവചനം പഠിക്കാൻ അവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവര് അവരുടേതായ പല സമയങ്ങളും ദൈവവചനം പഠിക്കാൻ അവർ മാറ്റിവെക്കാറുണ്ട്. അതിന് എത്ര സമയം ചെലവഴിക്കുന്നവർക്ക് വളരെ ആവലും ആഗ്രഹവും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ പോലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കും ദൈവവചനം പഠിക്കുവാൻ വരുന്ന മണിക്കൂറുകൾ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അത് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവവചനം പഠിച്ചെടുക്കാം. നമുക്ക് പഠിക്കേണ്ടത് ആവശ്യം, ചിലർക്ക് പറഞ്ഞു നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമില്ല, ദൈവവചനം ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അതിനെ പലപ്പോഴും നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നവരുണ്ട്. പക്ഷെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞല്ലോ, ഒരു ആദ്യകാല ദൈവസഭയുടെ പ്രവർത്തന രീതി എന്തായിരുന്നു? അവർ വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് എന്ത് ചെയ്തു? അവർ അന്യോന്യം സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂട്ടായ്മ ആചരിച്ചു. ഫെലോഷിപ്പ് കണ്ടോ, അന്യോന്യം സഹായിക്കുന്ന കാര്യത്തിൽ അവർക്ക് വളരെ അതേ ഉത്സാഹമുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ദൈവസഭ അല്ലെങ്കിൽ ദൈവജനം എന്ന് പറഞ്ഞാൽ അന്യോന്യം സഹായിപ്പാൻ, ഒരുവന്റെ വേദനയിൽ, ഒരുവന്റെ പ്രയാസത്തിൽ, ഒരുവന്റെ ബുദ്ധിമുട്ടിൽ, അവന്റെ ഇല്ലായ്മയിൽ, അല്ലെങ്കിൽ അവന്റെ രോഗത്തിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും ഒരു കൂട്ടായ്മ എപ്പോഴും ആവശ്യമാണ്. അതാണ് സഭയുടെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ആത്മീയമായും ഭൗതികമായ കൂട്ടായ്മകൾ അതിനകത്ത് പെടും. അവസാനമായിട്ട് നമ്മൾ കണ്ടത് എന്താണ്? പ്രാർത്ഥനയ്ക്കായിട്ട് അവർ എന്ത് ചെയ്തു? പ്രത്യേക സമയം വേലിച്ചു. കേട്ടോ, ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഒരു സഭയുടെ പ്രവർത്തന രീതി ഇങ്ങനെ ആയിരിക്കണം. അതാണ് നമ്മളെല്ലാവരും തുടർന്നുകൊണ്ടേയിരിക്കും. മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ വ്യക്തിപരമായിട്ടാണെങ്കിലും ഭവനങ്ങളിൽ ദൈവജനം പഠിക്കാൻ, വായിക്കാനൊക്കെ നിങ്ങൾ സമയം അതെ കണ്ടെത്തണം. ദൈവജനം പഠിക്കുന്ന വ്യക്തികൾ ആത്മാവിലും അതോടൊപ്പം തന്നെ അവര് കർത്താവിനോട് അടുത്ത് ജീവിക്കുവാനുള്ള ഒത്തിരി ആഗ്രഹവും അപ്പോൾ തന്നെ അവർക്ക് ഒരു വലിയ സമർപ്പണ ജീവിതവും ഉണ്ടാകുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഈ 3 കാര്യങ്ങളാണ് ഒരു സഭയ്ക്ക് വേണ്ടതെങ്കിൽ ആ സഭ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വിടുകയല്ല, നമുക്ക് വേണ്ടത് ആ 3 കാര്യങ്ങളാണ്. അപ്പോൾ പ്രാർത്ഥന ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നായിട്ട് ആദ്യകാല സഭ ഏറ്റെടുത്തു. അവിടെ ആദ്യകാല സഭ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവിടെ സഭ വളരാൻ തുടങ്ങി. സഭ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചപ്പോൾ സഭ വളരാൻ തുടങ്ങി. അപ്പം പ്രാർത്ഥനയാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വചനം പഠിക്കുന്നത് ഒരു വ്യക്തിയെ വളർത്തും, ഒരു വ്യക്തിയെ വചനത്തിൽ വളർത്തും, അല്ലെങ്കിൽ വചനത്തിൽ അറിവുള്ളവനാക്കി മാറ്റും. പക്ഷേ പ്രാർത്ഥനയും ആത്മാനിറവിലുള്ള ആരാധനയും ഉപവാസമൊക്കെ അവർക്ക് നയിച്ചപ്പോൾ അവിടെ ഉണ്ടായത് സഭ വളരാൻ തുടങ്ങി. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സഭയെ വളർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ കൂട്ടമായ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ സഭകളും നമ്മുടെ സ്വന്തം ആത്മാക്കളുടെ എണ്ണവും പെരുകുവാനായിട്ട് അത് ഇടയായിത്തീരും. അതിനാൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് നമ്മൾ അധികം സമയം കണ്ടെത്തേണ്ടതും ആവശ്യമാണ്. എന്താണെന്നാൽ സഭ ഈ കാലഘട്ടങ്ങളിൽ വളരുവാൻ ഇടയായിത്തീരണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രമേ അതേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ 3 പോയിന്റുകൾ വിടുകയാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ ഇനി മുൻപിലുള്ളൂ. 3-ാം അധ്യായത്തിന്റെ ലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട
അപ്പോൾ 2 അധ്യായം എല്ലാവർക്കും ഏകദേശം ഒക്കെ മനസ്സിലായല്ലോ അല്ലെ? 2 അധ്യായത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ പ്രവർത്തന ശൈലി, പത്രോസിന്റെ പ്രഥമ പ്രസംഗം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം, ഇതൊക്കെ നമുക്ക് മനസ്സിലായി ഞാൻ പൂർണ്ണമായും ചിന്തിക്കുകയാണ്. എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞ വിഷയത്തിലാണ്. 3 അധ്യായത്തിലേക്ക് വരികയാണ്. 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ദേവാലയ ഗോപുരത്തിലെ മുടന്തന്റെ സൗഖ്യമാണ് മെയിൻ ഒരു എന്താണ് അവിടെ സബ്ജക്ട്, അല്ലെങ്കിൽ അവിടുത്തെ പറഞ്ഞ പ്രധാന സംഭവം 3 അധ്യായത്തിൽ എന്താണ്? മുടന്തന്റെ സൗഖ്യം. ദേവാലയ ഗോപുരത്തിലെ മുടന്തന്റെ സൗഖ്യം. ഇത് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന മിക്കവാറും പേര്. എല്ലാവരും തന്നെ എന്ന് പറഞ്ഞാൽ 98% ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ട്. പത്രോസും എന്താണ് യോഹന്നാനും 9-ാം മണി നേരം ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ എന്താണ് അവിടെ ഇരുത്തുമാറുണ്ട്. അവിടെ വരുന്നുണ്ടോ ഭിക്ഷയാചിക്കുന്ന ഒരു സംഭവം കേട്ടിട്ടുള്ളവരാണ് എല്ലാവരും. പല പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്. ഇവിടെ എന്നെ കേൾക്കുന്നവരിൽ പല പ്രിയപ്പെട്ടവരും അതിനെക്കുറിച്ച് പ്രബോധനം പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ പല നിലയിൽ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച 1-2 കാര്യങ്ങൾ ഇന്നത്തെ പഠനത്തിനാണ് ഞാൻ അത് നിരത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദേവാലയ ഗോപുരത്തിലെ മുടന്തന്റെ സൗഖ്യം നമ്മളെല്ലാവരും പ്രസംഗിക്കുമ്പോൾ തന്നെ അവിടെ ആ സൗഖ്യത്തിനായിട്ട് 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരികയാണ്. 1-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. ആർക്കെങ്കിലും ഒന്ന് വായിക്കും. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചേർത്ത് കൊണ്ടുവന്നു. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്തിൽ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ സഭയുടെ പ്രവർത്തന രീതി കണ്ടോ? സഭയുടെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ഇതെല്ലാം അകത്ത് എന്ത് ചെയ്യുന്നു? എത്ര പേരുടെ സംഘമാ കൂടിയിരുന്ന് ഞാനൊന്ന് പറഞ്ഞു? എത്ര പേരുടെ സംഘമാ? 120 പേരുടെ സംഘം. അതെ, അവിടെ കൂടിയിരുന്നു. അവിടെ കൂടിയിരുന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നു? യേശുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു, സഹോദരന്മാര് ഉണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്നു, അല്ലെ, നമ്മൾ പഠിച്ചു. ഈ മുടന്തന്റെ സൗഖ്യത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യെരുശലേമിൽ കൂടി വന്ന ദൈവത്തിന്റെ സഭ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തപ്പോൾ അടുത്ത സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, പുറത്തേക്ക് ദൈവസഭയുടെ പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവര് പ്രാപിച്ച അഭിഷേകം, അല്ലെങ്കിൽ ഇവരെന്താണോ പ്രാപിച്ചത് അതിന്റെ പ്രവൃത്തി തുടങ്ങുവാനായിട്ട് ഇടയായിട്ടു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ആളുകൾ ഇവരിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതാണ് ഈ പുസ്തകത്തിന്റെ പേര് കേട്ടോ. ഈ പുസ്തകത്തിന് ഈ പേര് വന്നതിന്റെ കാരണം ഇതാ. ഇതിൽ തുടർന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തോല പ്രവർത്തികൾ, അപ്പോസ്തോലന്മാരിലൂടെ ദൈവം പ്രവർത്തിച്ച പ്രവർത്തികൾ കേട്ടോ. അതാണ് നമ്മൾ പഠിക്കുന്ന ഈ പുസ്തകത്തിന്റെ പേരും അങ്ങനെ വരാൻ കാരണം. അപ്പോസ്തോലന്മാരെ ദൈവം ഒതുങ്ങി നിൽക്കുകയല്ല, അവർ പുറത്തേക്ക് എന്ത് ചെയ്തു? പോയപ്പോൾ, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ അറിയാതെ തന്നെ ദൈവാത്മാവിന്റെ സ്പർശനം അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനായിട്ട് അത് ഇടയായിത്തീർന്നു. ഇവിടെ നമുക്ക് കാണുന്നത് അമ്മയുടെ ഗർഭം മുതൽ എന്തായിരുന്നു? മുടന്തനായ ഒരാൾ അല്ലെ? മുടന്തനായി. അപ്പൊ മുടന്തൻ എന്ന് പറഞ്ഞാല് പല നിലയിൽ മുടന്ത് വന്നവരുണ്ട് അല്ലെ? ജനനശേഷം മുടന്ത് വന്നവരുണ്ട്. ജീവിതത്തിന്റെ പല സാഹചര്യ ആക്സിഡന്റില് പല ഇത് വരുമ്പോൾ അവിടെ മുടന്ത് വന്നവരുണ്ട്. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭം മുതലേ അവൻ എന്താണ്? മുടന്തനാണ്. എന്ന് പറഞ്ഞാൽ ജനനത്തിന്റെ പുറത്തു വരുന്നതിന് മുന്നമേ അവൻ ഉരുവായത് തന്നെ, അവന്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ ഉരുവായത് തന്നെ മുടന്തനായിട്ട്. മനസ്സിലായോ? ആ മുടന്ത് ആയിട്ട് ഉരുവായി അവൻ പുറത്തു വന്നപ്പോൾ മുടന്തനായി. പക്ഷെ ആ മുടന്ത് വന്നവൻ എന്ത് ചെയ്തു? ആർക്കും വേണ്ടാത്ത ഒരു അനാഥനെ പോലെ അവന്റെ ജീവിതം ആരംഭിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ സഹായം കൊണ്ട്, ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് ഇവർ എന്ത് ചെയ്തു? ദേവാലയ ഗോപുരത്തുകൾ കൊണ്ട് ദിനം പ്രതി അവന്റെ സ്നേഹിതരോ അല്ലെങ്കിൽ അവന് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ഇതിന്റെ ഏജന്റ് എടുക്കുന്നവരോ ഒക്കെ ആയിരിക്കാം ഇവന് എന്താണ് ദിനം പ്രതി അവിടെ കൊണ്ട് ഇരുത്തും. കാരണം ഇവനെ കൊണ്ട് ഇരുത്തിയിട്ട് ഇവന് കിട്ടുന്ന തുച്ഛമായ പണം, ആ പണത്തിന്റെ എന്താണ് ഒരംശം പറ്റാനായിരിക്കാം ഇവരുടെ തൊഴിലിത. ഇവനെ കൊണ്ട് ഇരുത്തുക, ഇവൻ എന്ത് ചെയ്യുന്നു? കാശ് കിട്ടും, ഇവന് കിട്ടുന്ന പണത്തിന്റെ ഒരു പങ്ക് എന്ത് ചെയ്തു? ഇവർക്കും അവന്, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവനെയും വിടും. ഇവര് ഒരുപക്ഷെ അതിന്റെ 3/4 പങ്കും കൈപ്പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം. അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇവനെ കൊണ്ട് ചുമന്നുകൊണ്ട് ഇരുത്തുന്നവരും ആത്മാർത്ഥത കൊണ്ടല്ല,
ഇവന്റെ കുടുംബത്തിന് എന്താണ് അവൻ വേണ്ടാത്തവനായി ഭിക്ഷയാചിക്കുവാനായിട്ട് തെരുവിലേക്ക്, ദേവാലയത്തിന് മുൻപിലേക്ക് അവന്റെ കുടുംബം തള്ളി, അവന്റെ സ്നേഹിതർ തള്ളി, അവനെ ചുമന്നുകൊണ്ട് വരുന്നവർ പോലും ആത്മാർത്ഥതയില്ലാതെയാണ് ഒരുപക്ഷെ എന്താണ് സ്വയം അവരുടെ പല കാര്യങ്ങളുടെ നേട്ടത്തിനു വേണ്ടിയായിരിക്കാം എന്ന് ഞാൻ ഇവിടെ ചിന്തിക്കുകയാണ്. പലപ്പോഴും എനിക്ക് വായിച്ചപ്പോൾ അത് മനസ്സിലാകുന്നു. ചിലർ ചുമന്നുകൊണ്ട് എന്താണ് വന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ. ഏത് ഗോപുരത്തിലായിരിക്കുന്നത്? ഏത് ദേവാലയത്തിലാ? സുന്ദരം. കേട്ടോ, എല്ലാവരും എഴുതി വെച്ചോണം. ദേവാലയത്തിന്റെ പേര് സുന്ദരം എന്ന ദേവാലയത്തിലാണ് അവനെ ദിനം പ്രതി അത് ഇരുത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ആരൊക്കെയാണ് ഈ സമയം ദേവാലയത്തിലേക്ക് പോയത്? പത്രോസ് മറക്കല്ല്. കേട്ടോ, അവിടെ ഞാൻ പറഞ്ഞല്ലോ പല നിലയിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഈ സംഭവം കേൾക്കുന്നവരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, പത്രോസും യോഹന്നാനുമാണ് ഈ ദേവാലയത്തിലേക്ക് പോയത്. അവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരാൾ ഭിക്ഷയാചിക്കാൻ ഇരിക്കുന്നു. ആ ഭിക്ഷയാചിക്കാൻ ഇരുന്നവൻ അകത്തോട്ട് കടക്കുന്നു. എല്ലാവരോടും ഭിക്ഷ ചോദിക്കുക. അപ്പോൾ ഇവര് അതിന്റെ വായിക്കാൻ പറ്റുന്നവരൊന്ന് വായിക്കാമോ? 3-ാമത്തെ വാക്യം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കാണുന്നത് ദേവാലയത്തിലേക്ക് പത്രോസ് യോഹന്നാനും പോകുന്നത് കണ്ടിട്ട്, കടക്കാൻ തുടങ്ങുന്നത് കണ്ടിട്ട് എന്ത് സംഭവിച്ചു? അവൻ ചോദിച്ചു, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ എന്താണ് സൂക്ഷിച്ചു നോക്കി, ഉറ്റുനോക്കി. ദേവാലയത്തിലേക്ക് കടക്കുന്ന പത്രോസിനെയും ആരെയും യോഹന്നാനെയും കണ്ടിട്ട് ചോദിക്കുക. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു കാര്യം നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണെങ്കിലും ഇതിനകത്ത് നിന്ന് ഒരു ആത്മചിന്ത കൂടെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ അകത്തൊരു ആത്മചിന്ത കൂടെ ഇറങ്ങി വരുന്നതും അല്ലെ വെളിപ്പെടുന്നതും നല്ലതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ കടന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറുന്ന പത്രോസിനെ യോഹന്നാനെയും കൂടെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, വല്ലതും കിട്ടുമെന്ന് കരുതി അവൻ എന്ത് ചെയ്തു? സൂക്ഷിച്ചു നോക്കി. അപ്പോ സാധാരണ അവൻ എന്ത് ചെയ്യുന്നു? ആരെങ്കിലുമൊക്കെ അകത്ത് കടക്കാൻ പോകുന്ന കാണുമ്പോഴോ പരിസരത്ത് വരുമെന്ന് കാണുമ്പോഴോ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കൈ നീട്ടുവോ അല്ലെങ്കിൽ അവരെ ദയനീയമായിട്ട് നോക്കുവോ ഒക്കെ ചെയ്തു. പത്രോസോ യോഹന്നാനോ ആണോ എന്ന് അറിഞ്ഞുകൊണ്ടല്ല. എന്താണ് ഈ ഇവിടെ ഇരിക്കുന്ന മുടന്തനായ വ്യക്തിക്ക് ഇത് പത്രോസ് ആണെന്നോ യോഹന്നാനാണെന്നോ ഒന്ന് യാതൊരു എന്താണ് അറിവുമില്ല. താൻ എന്ത് ചെയ്തു? നോക്കുന്നത് മറ്റ് മുമ്പേ വന്നവരെ പോലെ, അല്പം മുൻപ് വന്നതുപോലെ തന്നെ എന്തെങ്കിലും കിട്ടും, നാണയത്തുട്ടുകൾ കിട്ടുമെന്ന് കരുതി കൈ നീട്ടുവാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചവനെ അവരുടെ മുഖത്തേക്ക് ദയനീയമായിട്ടൊന്ന് നോക്കാനായിട്ട് അതെ ഇടയായിത്തീരുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആ നോട്ടം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ടിടയായിരുന്നു. സ്തോത്രം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന ഒരു സഭ, കൂട്ടായ്മയെ ആചരിക്കുന്ന ഒരു സഭ, എന്താണ് അത് ദൈവജനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സഭ, എന്താണ് ദൈവസ്ഥാനത്തിൽ ആത്മാഭിഷേകത്തിൽ നിറയപ്പെട്ട ഒരു സഭ. സഭ പുറത്തേക്ക് വെളിപ്പെടുക, സമൂഹത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അതേ മുടന്തായി ജീവിതം അവസാനിച്ചു, അസ്തമിച്ചു എന്ന് വിചാരിച്ച ഒരുവന്റെ ജീവിതത്തിലേക്ക് ജീവന്റെ അതേ സന്തോഷം അല്ലെങ്കിൽ വെളിച്ചം വീശുന്നത് നമുക്ക് കാണുവാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം അതേ ക്ലാസ്സിലിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ, പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റിരുന്നാൽ, ദൈവദിനം നമ്മൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പുറത്ത് സമൂഹത്തിൽ അനേകർ ദുഃഖിതരും പീഡിതരും കഷ്ടപ്പെടുന്നവരുമായിരിക്കൊണ്ട്, പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കൊണ്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെ നേടുവാൻ അതേ ദൈവം നമ്മളെ ഈ ദിവസങ്ങൾ ഉപയോഗിക്കുവാനായിട്ടിടയായി. ഈ കൊറോണയുടെ സമയമൊക്കെ കഴിയുമ്പോൾ ദൈവം നമ്മളെ അതിനുവേണ്ടി ശക്തീകരിക്കും. അനേകർ ദുഃഖത്തിലായി പോയിരിക്കുകയാണ്, അനേകർ അതേ കഷ്ടത്തിലായിരിക്കുകയാണ്. അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ബഥേൽ ചർച്ചിനെ ദൈവം ശക്തിയോടെ ഉപയോഗിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും അതെ വിശ്വസിക്കുകയാണ്. ദൈവം അവിടുന്ന് അതിന് ശക്തീകരിക്കട്ടെ. ഇപ്പോൾ ഈ മുടന്ത് വന്നവൻ അവന്റെ കുഴപ്പം കൊണ്ട് അവന് ഗർഭം മുതലേ മുടന്തനാ, അവന്റെ അമ്മയുടെ ഉയർത്തി വന്നപ്പോഴേ അവൻ മുടന്തനാ. പക്ഷേ ആ മുടന്ത് എന്ത് ചെയ്തു? അവന്റെ ജീവിതത്തെ തകർക്കുമെന്നും തീർത്തു കളയുമെന്നും പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി എന്നും ദേവാലയത്തിൽ ചുമന്നുകൊണ്ട് വരിക, ഇരിക്കുക, എഴുന്നേറ്റ് പോവുക, എന്നും വരിക, ഇവിടെ കൊണ്ടിരുത്തുക, ആരുടെയും സഹായം കൊണ്ടിരുന്നത്, ഇങ്ങനെ വന്ന മുമ്പോട്ട് പോകുമെന്ന് വിചാരിച്ച ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, വലിയ പ്രതീക്ഷകളൊന്നുമില്ല, അല്ലെ?
വലിയ ജീവിതത്തിൽ വലിയ ഉയരങ്ങളൊന്നും കീഴടക്കാനൊന്നും തനിക്കുള്ള മോഹങ്ങളൊന്നുമില്ല. അന്നേക്ക് കുറച്ച് നാണയത്തുട്ടുകൾ മാത്രം കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളൂ. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സഭ എന്ത് ചെയ്തു? സമൂഹത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും. സ്തോത്രം. അഭിഷേകത്തിൽ നിറയുന്ന ഒരു വ്യക്തി എന്താണ്? അവൻ പോകുന്നിടത്ത് ചിലരെ എന്താണ് രൂപാന്തരപ്പെടുത്തുവാൻ അവന് കഴിയും. കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളൊക്കെ ഇന്ന് ലോകത്തിൽ പല സ്ഥലത്ത് ഒറ്റപ്പെട്ടവരായിട്ടും നശിക്കുന്നവരായിട്ടും നഷ്ടപ്പെടുന്നവരായിട്ടും ഒക്കെ തീരേണ്ടവരാ അല്ലെ? നമ്മുടെ കുടുംബം, നമ്മുടെ സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ സ്വഭാവം ഒക്കെ, പഴയ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഓർത്തു നോക്കിയാൽ നമ്മളെല്ലാം തകർന്നു പോകേണ്ടവരാ അല്ലെ? അവിടുന്ന് ദൈവം സർവശക്തനായ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടും ആരൊക്കെയോ പ്രാർത്ഥിച്ചതുകൊണ്ട്, ആരൊക്കെയോ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ? ഇന്നൊരു ജിതിൻ പാസ്റ്റർ ഈ 8 മണിയായ സമയത്ത് ഈ പട്ടണത്തിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അപ്പോസ്തലരെ പഠിപ്പിക്കാനുണ്ടായ കാരണം എന്താ? അതേ ജിതിൻ പാസ്റ്റർ കുടുംബത്തിൽ ആരോ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാനായിട്ട് അതേ സ്തോത്രം സാധിക്കായ ചില പ്രിയപ്പെട്ടവർ അതേ വർഷങ്ങൾക്ക് പുറകിൽ കടന്നു വന്നുകൊണ്ടാണ് അതെ ഇന്ന് ഞാനിങ്ങനെ അതെ ആയിരിക്കുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരു സഭ സമൂഹത്തിൽ എന്ത് ചെയ്തു? പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്ക് സമൂഹത്തിൽ ഉന്നമനത്തിലേക്ക് വരുത്തുവാൻ കഴിയും. ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവസഭയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ഞാൻ മുമ്പേ പറഞ്ഞ 3 കാര്യങ്ങൾ അല്ലെ? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, അന്യോന്യം സഹായിക്കും, കൂട്ടായ്മ ആചരിക്കുവാൻ, അതോടൊപ്പം തന്നെ ദൈവത്തിനെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ. മാത്രമല്ല ആദ്യം നമ്മൾ പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമ്മൾ എല്ലാ ദിവസവും നിറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ഉണ്ടെങ്കിൽ സമൂഹത്തിൽ നമുക്ക് മാറ്റങ്ങൾ അത് വരുത്തുവാനായിട്ട് കഴിയും. ഇനി ഞാൻ എത്ര മണിനേരം എന്നാ പറയുന്നത്? 9 മണി. ഏത് സമയത്താ ചെന്ന്? 9 മണി നേരം അല്ലെ? 9 മണി നേരം. അടുത്ത ഒരു ഹോംവർക്ക് നിങ്ങൾക്കായിട്ട് തരുന്നു. ബൈബിളിൽ 9 മണി നേരം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പുതിയ നിയമം പുതിയ നിങ്ങൾക്ക് ഒരു ക്ലൂ, പിള്ളേരൊക്കെ ചോദിക്കുന്ന പോലെ ഒരു ക്ലൂവും കൂടെ തരുക പെട്ടെന്ന് പിടിക്കാനായിട്ട്. പഴയ നിയമം തപ്പണ്ട, പുതിയ നിയമത്തിൽ മാത്രം. മറ്റെവിടെയെങ്കിലും ഒക്കെ 9 മണി നേരം ഉണ്ടോന്ന് കേട്ടാ. 9 മണി നേരം എന്ന് പറഞ്ഞാല് ആൻസർ പറയല്ലേ. ഇവിടെ കേൾക്കുന്നവരൊക്കെ നോട്ട് ചെയ്തെടുക്കും കേട്ടോ. മൈക്ക് ഓഫ് ചെയ്തിട്ട് ആൻസർ പറയാവുള്ളൂ. അടുത്ത ആഴ്ച കേട്ടോ, അടുത്ത ആഴ്ചത്തേക്ക് 9 മണി നേരം എന്ന അത് എത്ര പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ? 210. മൊത്തം പുതിയ നിയമത്തിലെ മൊത്തം പുതിയ നിയമത്തിൽ മാത്രം കേട്ടോ. മാത്രം പഴയ നിയമം നിങ്ങൾ നോക്കണ്ട, പുതിയ നിയമത്തിൽ മാത്രം പറഞ്ഞാൽ മതി. മൊത്തത്തിൽ പുതിയ നിയമത്തിൽ മൊത്തത്തിലില്ല. ഒരു എളുപ്പം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം തപ്പാൻ കണ്ടുപിടിക്കാൻ. മത്തായി തൊട്ട് അപ്പോസ്തല പ്രവൃത്തി വരെയുള്ള പുസ്തകം മാത്രം കേട്ടോ. അതിനകത്ത് എവിടെയാണ് റെഫറൻസ് വേണം കേട്ടോ, റെഫറൻസ് വേണം. മത്തായി തൊട്ട് അപ്പോസ്തല പ്രവൃത്തി 5 പുസ്തകം അല്ലെ? എത്ര പുസ്തകമുണ്ട്? 5 പുസ്തകത്തിനകത്ത് ഇത് നിങ്ങൾ എവിടെയാണ് റെഫറൻസ് വേണം കേട്ടോ. കാരണം എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയാ. ഇനിയും നിങ്ങളെ ഒത്തിരി കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മുമ്പോട്ട് വരുമ്പോൾ ചില കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അസൈൻമെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴെ കഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ ഇത് വിട്ടുപോകും. പിന്നെ പറയും എനിക്ക് കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞു കിറ്റ് ചെയ്തെങ്കില്. അപ്പൊ 9 മണി നേരം രാജ്യങ്ങൾ എന്തോ ചോദിക്കുന്നു. ആൻസർ വല്ലോ അല്ല, ഷീനാൻജി എന്തോ ഉയർത്തിപ്പിടിച്ചു. ഞാൻ ഈ നോട്ട് എന്തോ എഴുതി കണ്ടുപിടിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. 9 മണി നേരം എന്ന അത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സമയം അനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുമായിട്ട് ഒരു ഇത് വരുമ്പോൾ ഏതാണ്ടൊരു 3 മണി സമയം എന്നതാണ്. 3 മണി സമയം ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാണ് കേട്ടോ. ഒരു നമ്മുടെ ഇന്ത്യൻ ടൈമുമായിട്ട് വരുമ്പോൾ ഏതാണ്ട് ഒരു 3 മണി, ഒരു 9 മണി നേരം എന്ന് പറയുന്ന ആ നേരം, ആ സമയത്തെ കുറിച്ചാണ് പറയുന്നത് 3 മണി എന്നുള്ളത്. അപ്പോ പത്രോസ് യോഹന്നാനുമാണ് പോയത്. ആ ദേവാലയത്തിന്റെ പേരെന്താണ്? സുന്ദരം എന്ന ഗോപുരത്തിന്റെ പേര് കേട്ടോ. ആ ഗോപുരത്തിന്റെ പേര് സുന്ദരം എന്ന
ദേവാലയ ഗോപുരത്തിങ്കൽ ആണ് ഈ മുടന്തനെ ഇരുത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അടുത്തതായിട്ട് പത്രോസിന്റെ രണ്ടാമത്തെ പ്രസംഗത്തിലേക്കാണ് നമുക്ക് വരുന്നത്. 3:1 തൊട്ട് നമുക്ക് 11 വരെ ഉള്ളത് ഈ മുടന്തൻ സൗഖ്യമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 11-ാമത്തെ 10ഉം 11 ആരെങ്കിലും വായിക്കാവോ? അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവനായിത്തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ഇവിടെ നിങ്ങൾക്ക് കേട്ടു ഞാൻ ചിന്തിക്കുകയാണ്, എല്ലാവർക്കും വിസ്മയം നിറഞ്ഞവനായിട്ട് തീർന്നു കേട്ടോ. ഇവൻ എന്ത് ചെയ്തു? അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമെല്ലാം കണ്ടു കേട്ടോ. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമെല്ലാം കണ്ടു. അവൻ സൗഖ്യമായപ്പോ ആരെ എന്ത് ചെയ്തു? ദൈവത്തെ പുകഴ്ത്തി കേട്ടോ. നമുക്കൊരു സൗഖ്യം ലഭിച്ചാൽ, ആരോഗ്യം ലഭിച്ചാൽ, നമുക്ക് സമ്പത്ത് ലഭിച്ചാൽ, നന്മ ലഭിച്ചാൽ നമ്മൾ അടുത്ത പടി ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തെ എന്ത് ചെയ്തോണം? പുകഴ്ത്തിക്കോണം കേട്ടോ. ഇവൻ സുന്ദരന്റെ ദേവാലയ ഗോപുരത്തുങ്കൽ വിഷയാച്ചുകൊണ്ടിരുന്നവനാണല്ലോ. ഇവന് സംഭവിച്ചതല്ല നമുക്ക് വിസ്മയം പൂണ്ടു. അടുത്തത് നമ്മൾ വായിക്കുന്നു. അവൻ പത്രോസിനോടും കണ്ടോ, ജനമെല്ലാം കണ്ടോ, ആ വാക്ക് മതി മോളെ. ഓക്കെ, ജനമെല്ലാം വിസ്മയം പൂണ്ട് കണ്ടോ. പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കാൻ തുടങ്ങി കണ്ടോ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് ദൈവത്തെ പുകഴ്ത്തി, അടുത്തത് ദൈവദാസന്മാരോട് പിന്നെ അവൻ ചേർന്ന് നിൽക്കാൻ തുടങ്ങി. മനസ്സിലായോ? നമുക്ക് ഒരു സൗഖ്യം കിട്ടിയാൽ, മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് വിടുതൽ കിട്ടിയാൽ, നമുക്ക് ദൈവം നന്മ തന്നാൽ നമ്മൾ എന്ത് ചെയ്തോണം? ദൈവത്തിനും ആദ്യം പുകഴ്ചയും നന്ദിയും സ്തോത്രം അർപ്പിക്കണം കേട്ടോ. ദൈവത്തെ ആരാധിച്ചോണം. രണ്ടാമതായിട്ട് എന്ത് ചെയ്തോണം? ദൈവഭൃത്യന്മാരോട്, ദൈവവചനത്തോട് ചേർന്ന് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം അതിനായിട്ട് നമ്മളെല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തട്ടെ. 12 മുതലാണ് പത്രോസിന്റെ രണ്ടാമത്തെ ഒരു സെക്കൻഡ് പ്രീച്ചിങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 12 തൊട്ട് ഏതാണ്ട് ആ അധ്യായത്തിന്റെ അവസാനം വരെയുള്ളത് പത്രോസ് പ്രസംഗിക്കുക. ദേവാലയത്തിൽ കടന്നിട്ട് ഇതെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പത്രോസ് അതിനുള്ള മറുപടി കൊടുക്കുക. അല്ലെ, പത്രോസ് അതിനുള്ള മറുപടി കൊടുക്കുകയാണ്. 12-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിന്റെ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇതിനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? കണ്ടോ? അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ അവിടെ വന്നിട്ട് ആദ്യത്തെ ഒരു സംഭവം ഇവർക്ക് നടക്കുന്നതും അവിടുത്തെ ജനങ്ങൾ കാണുന്നതും ഇത് വലിയൊരു അത്ഭുതം. അവരുടെ വിസ്മയം കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അന്താളിച്ച് നിൽക്കുക. ഇതെന്നാ സംഭവിച്ചതെന്ന് അറിയാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പത്രോസ് ദേവാലയത്തിൽ കടന്നുകൊണ്ടൊരു പ്രസംഗം നടത്തുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, എന്താ ഇവിടെ നമുക്ക് 12-ാമത്തെ വാക്യം, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങൾ ഭക്തി കൊണ്ടോ, അപ്പൊ ഭക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഞങ്ങൾ ഇവനെ നടക്കുമാറാക്കിയത്. ഇവന് എന്താണ് നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്ന എന്ത്? അടുത്തത് അബ്രഹാമിന്റെയും യാക്കോബിന്റെയും കണ്ടോ. ഇവൻ സൗഖ്യമായത് എന്താണെന്ന് അറിയാമോ? യേശു കണ്ടു. മുമ്പേ നമ്മൾ വായിക്കുന്നു, ഞാൻ ആ ഭാഗം വിട്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്. വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് പറയുന്ന ഭാഗമുണ്ടല്ലോ അല്ലെ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. കണ്ടോ കണ്ടോ, അവര് പറഞ്ഞത് ആരുടെ നാമത്തിലാണ് ഇവന് നടക്കാനിടയായത്? നസ്രയനായ യേശുവിന്റെ നാമത്തിലാണ് അവൻ നടക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പം വിടുതലും സൗഖ്യവും ലഭിക്കുന്ന ആരുടെ നാമത്തിലേ ഉള്ളൂ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നമ്മുടെ ഭക്തി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ അല്ല ആരെ സൗഖ്യം. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ, നമുക്ക് കൈപിടിക്കാനേ പറ്റത്തുള്ളൂ, നമുക്ക് ആ ഭവനത്തിൽ കടന്നു ചെല്ലാനേ പറ്റത്തുള്ളൂ അല്ലെ. പക്ഷെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം കേട്ടോ. ഇതിൻ പാസ്റ്റർക്കോ നിങ്ങൾക്കോ ഒക്കെ നിങ്ങളുടെ വീടുകളിൽ എനിക്ക് വരാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അല്ലെ. പക്ഷെ എനിക്ക് സൗഖ്യം തരാൻ പറ്റുമോ? ഇല്ല. എനിക്ക് നിങ്ങളെ വിടുവിക്കാൻ കഴിയുമോ? ഇല്ല. വിടുവിക്കാൻ കഴിയുന്നതും സൗഖ്യമാക്കാൻ കഴിയുന്നതും നമ്മുടെ യേശുവാണ്, കർത്താവ് മാത്രം. ആ കർത്താവിന് നമുക്ക് മഹത്വം നമുക്ക് കൊടുക്കാനായിട്ട് ഇടയായിട്ടുണ്ട്.
മൂന്നാം അധ്യായത്തിന്റെ 12 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പത്രോസിന്റെ രണ്ടാമത്തെ പ്രസംഗമാണ് നമുക്ക് കാണാനായിട്ട് അത് സാധിക്കുന്നുണ്ട്. അപ്പൊ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മുടന്തന്റെ സൗഖ്യം, അതുപോലെ തന്നെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്ന പത്രോസിന്റെ രണ്ടാമത്തെ പ്രഭാഷണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ എങ്ങനെയാണ് ഇവൻ സൗഖ്യം കൊടുത്തതും ആരാണ് സൗഖ്യം കൊടുത്തതും യേശുവിനെ കുറിച്ചുള്ള ആ ഒരു വലിയ എന്താണ് വിവരണം ഇവിടെ പത്രോസ് നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം പത്രോസിന്റെ പ്രസംഗം കാണാൻ കഴിയുന്നുണ്ട്. എവിടെയായിരുന്നു പത്രോസിന്റെ പ്രസംഗം? അതല്ലേ, അവിടെ രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു 120 പേരുടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാം കൂടി വന്ന് ഇവരെന്തൊക്കെയാ പറയുന്നത്, വീഞ്ഞു കുടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്രോസ് എന്നെടുത്ത് പ്രസംഗിക്കുന്നു. അടുത്ത രണ്ടാമത്തെ പ്രസംഗം വരുന്നത് എവിടെയാണ്? മുടന്തനെ സൗഖ്യമാക്കിയതിനു ശേഷമായിട്ട് മൂന്നാം അധ്യായത്തിൽ. കേട്ടോ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ഈ അധ്യായത്തില് ഇത് ചെറിയ അധ്യായമാണ്. ഇതിനകത്ത് ഈ സംഭവം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അത് വളരെ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്നാൽ നമ്മളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്യുവാനായിട്ട് അത് ഇടയായിത്തീരും. നമ്മൾ ആരുമല്ല പ്രവർത്തിക്കുന്നത്, നമ്മൾ ആരുമല്ല ചെയ്യുന്നത്. ഇന്നും യേശു അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് അത് ഇടയായിത്തീരും. നമുക്ക് ഇന്നത്തെ രാത്രിയിലും നാളത്തെ പകലും അടുത്ത മണിക്കൂറുകളിലും യേശു കർത്താവ് നമ്മെ സൗഖ്യമാക്കുകയും തൊടുകയും നമ്മെ വിടുവിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മളിലൂടെ അനേകരെ സൗഖ്യമാക്കുവാനായിട്ട് അത് ഇടയായിത്തീരും. ദൈവത്തിന് നമുക്ക് വേണ്ട ആ ശക്തിയും കൃപയും അദ്ദേഹത്തിന് ഓരോരുത്തരും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലെ ബലം പ്രാപിക്കാൻ ഇടയായിത്തീരും. നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ സങ്കടപ്പെടേണ്ട. നമ്മൾ പല വിഷയത്തിനകത്തും സങ്കടപ്പെടാം അല്ലെ. ഞാൻ നോക്കിയാൽ ഇവന്റെ ഭാവി പോയി എന്നിവൻ തന്നെ ഒരുപക്ഷെ ചിന്തിച്ചു കാണാം. പക്ഷെ അവനെ എന്ത് ചെയ്തു? യേശുവിന്റെ നാമം അവന് എന്താണ് നല്ലൊരു ഭാവി കൊടുത്തു, നല്ല ആരോഗ്യം കൊടുത്തു, ഒരുപക്ഷെ അവന് നല്ല കുടുംബ ബന്ധങ്ങൾ കൊടുത്തു, അവൻ ആരാധിക്കുവാൻ കൊടുത്തു. ദേവാലയത്തിന്റെ പുറത്ത് വരെ ഇരുന്നവൻ അകത്ത് കയറാൻ തുടങ്ങി അല്ലെ. ദേവാലയത്തിൽ ഒത്തിരി പേര് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വരികയൊക്കെ പോവുകയൊക്കെ ചെയ്തത് ആരും അവനെ ശ്രദ്ധിച്ചില്ല. കാരണം അവൻ വെറുക്കപ്പെട്ടവനായിട്ട് ഇന്ന് അവിടെ തന്നെ ഇരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാർക്ക് ചെന്നപ്പോൾ അവനെ എന്ത് ചെയ്തു? അകത്തേക്ക്, അവരോടുകൂടെ അകത്തേക്ക് അവന് പ്രവേശിക്കുവാനായിട്ട് അതിനിടയായിട്ടുണ്ട്. കേട്ടോ, ദേവാലയത്തിനുള്ളിലേക്ക് ഒരു പ്രവേശിക്കുവാൻ കഴിഞ്ഞതാരാ? എങ്ങനെയാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ് അവനെ അകത്ത് പ്രവേശിപ്പിച്ചത് അല്ലെ. ഉന്നതന്മാര് മറ്റ് പലരും അതിനെല്ലാം വന്നുപോയി, ആരും അവനെ ശ്രദ്ധിച്ചില്ല. കേട്ടോ, അതേ സ്തോത്രം, അപ്പോസ്തലന്മാർ കടന്നു ചെന്നപ്പോൾ അവന്റെ ജീവിതം മാറാനിടയായി തീർന്നു. ആര് മാറ്റിയത്? യേശു അവന്റെ ജീവിതത്തെ മാറ്റാനായിട്ട് അതിനിടയായി തീർന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോ ഈ ക്ലാസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, നമ്മൾ കർത്താവിനെ ധരിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ നിന്നാൽ അനേകർക്ക് മാറ്റം വരുത്തുവാൻ അത് ഇടയായിത്തീരും. എന്നാൽ ഇന്ന് പലരും ധരിക്കുന്നത് ക്രിസ്തുവിനെ അല്ല, മറ്റു പലതിനെയും ധരിക്കുന്നത് കൊണ്ടാണ് ഈ സമൂഹത്തിന് പലപ്പോഴും അതേ വലിയ മാറ്റങ്ങൾ വരാതിരിക്കുന്നതിന്റെ കാരണം. എന്നാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ ധരിച്ചാൽ എല്ലായിടത്തും നമുക്ക് എത്തപ്പെടാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ അനേകർക്ക് എന്ത് ചെയ്യുന്നു? മാറ്റം വരുത്തുവാൻ ദൈവം നമ്മളെ അത് ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഇടയിലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട റെയ്നാർഡ് ബോംഗെ നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണാം. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിഞ്ഞു കാണും. ആഫ്രിക്കയുടെ ഉണർവിന് വേണ്ടി ഹോരാത്രം അധ്വാനിച്ച ഒരു കർത്താവിന്റെ ദാസനാണ് റെയ്നാർഡ് ബോംഗെ. അദ്ദേഹം ഒരു ജർമ്മനിയിലെ ജനിച്ച് ആഫ്രിക്കയുടെ മണ്ണിൽ ഒരുപാട് എന്ത് ചെയ്തു? അധ്വാനിച്ച് അനേക 10,000-കണക്കിന് പേര് യേശുവിലേക്ക് ആകർഷിച്ച് നേടിയ ഒരു വ്യക്തിയാണ്. നമുക്ക് അറിയാം, അത് ഈ ആഫ്രിക്കൻ രാജ്യമെന്ന് പറയുന്നത് പാപം കൊണ്ടും അതോടൊപ്പം തന്നെ മന്ത്രവാദം കൊണ്ടും എല്ലാവിധ അസന്മാർഗം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അതേ സ്ഥലമാണ്. അവിടെ ഒരു മാറ്റം ഉണ്ടാകാന്നുള്ളത് ചരിത്രകാരന്മാരും ഗവേഷകരും ഒക്കെ പറയുന്നത് ഒരു മനുഷ്യനും അവിടെ മാറ്റം വരുത്തുവാൻ കഴിയില്ല, ഒരു കാര്യത്തിനും മാറ്റം വരുത്തുവാൻ കഴിയില്ല. പക്ഷേ റെയ്നാർഡ് ബോംഗെ ദൈവം നിയോഗിച്ചയച്ചപ്പോൾ തന്നിലൂടെ എന്ത് ചെയ്തു? അവിടെ ആയിരങ്ങൾ 10,000 യേശുവിനെ രക്ഷകനും കർത്താവുമായി അത് സ്വീകരിപ്പാനായിട്ട് അത് ഇടയായി തീർന്നു. നമ്മൾ ചരിത്രങ്ങൾ വായിക്കണം. ആഫ്രിക്കയുടെ
ഒരു അപ്പോസ്തലനായിട്ട് ആഫ്രിക്കയുടെ വലിയൊരു ഉണർവിന്റെ തീ കൊളുത്താൻ ദൈവം തന്നെ ഉപയോഗിക്കുവാനായിട്ടുണ്ട്. തന്റെ ഒരു മീറ്റിംഗിൽ അത് കൂടി വന്നത് എന്താണ്, 10,000-കണക്കിന് പേരാണ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്താനിടയായിട്ട്, അത് ലക്ഷങ്ങളിലേക്ക് എത്തപ്പെടാനായിട്ട് അതിനിടയായിട്ടുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ വന്നു. ഒരുപക്ഷെ നിങ്ങൾ ആരിലൊക്കെ പോയോന്ന് എനിക്കറിയില്ല, കണ്ടോന്ന് എനിക്കറിയില്ല. കൊച്ചിയിലെ താനെ വന്നു. അന്നും അവിടെ എന്താണ് കല്ലൂർ സ്റ്റേഡിയത്തില് അവിടെ തോന്നുന്നു അവിടെ നിറഞ്ഞ് വെളിയിൽ കൂടെ ആൾക്കാർക്ക് അവിടെ കയറാൻ വയ്യാതെ അതുപോലെ ഒരു ജനം അവിടെ കൂടാനായിട്ടുള്ളതായി. ദൈവം തന്റെ ഭക്തന്മാരിലൂടെ ഇന്നും അത്ഭുതങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു. ഇപ്പോൾ അടുത്ത ഇടയ്ക്കാണ് മരണപ്പെടാൻ ഇടയായി തീർന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താൻ വിശ്രമിക്കുന്നു. വലിയ ഒരു വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിച്ചെങ്കിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരിലൂടെ ഇന്നും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീരും. അത് ഒരു പോളിയോങ്ങീഷയിലൂടെ ദൈവം കൊറിയെ തൊട്ടുകൊണ്ടിരിക്കുക. ഏതാണ്ട് 10 ലക്ഷത്തോളം പേരാണ് ആ ചർച്ചിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. 10 ലക്ഷം പേര് ആണ് കൊറിയയിൽ എന്താണ് ആരാധനയ്ക്ക് സിയോളിൽ കൂടി വരുന്നത്. നമുക്കറിയാം 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഖ്യ അല്ലെ. 10 ലക്ഷം എന്നൊക്കെ 10,000 പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 10 ലക്ഷം പേരുടെ ഒരു പാസ്റ്ററായിട്ട് ഇരിക്കാനായിട്ട് സാധാരണക്കാരനായ ഒരു വ്യക്തിയായി യോങ്ങീശോയെ ദൈവം എടുത്ത് ഉപയോഗിക്കുവാനായിട്ടിടയായിരുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ അതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കരയുകയും ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ മക്കൾക്ക് വേണ്ടി ദാഹത്തോടെ നിന്നപ്പോൾ ആ മനുഷ്യനെ ദൈവം അതെ ഉപയോഗിക്കാനിടയായിത്തീർന്നു. അദ്ദേഹവും അതെ കോട്ടയത്ത് വന്ന് ശുശ്രൂഷിപ്പാനായിട്ട് അത് ഇടയായിത്തീർന്നു. സ്തോത്രം. അദ്ദേഹവുമായിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്കും ഉണ്ടായി. അത്രയും ഒരു അഭിഷിക്തനായ ഒരു മനുഷ്യനെ കാണുവാൻ ദൈവം അല്ലെങ്കിൽ ഒന്ന് കൈ കൊടുക്കുവാൻ ഒക്കെ ദൈവം ഒരു അവസരങ്ങളെ തന്നു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ആരാണോ ഇന്ന വ്യക്തിയൊന്നില്ല, ഞാനെന്നില്ല, നിങ്ങൾക്ക് സജുവെന്നില്ല, ഇവിടെ ഇരിക്കുന്ന ശിവിച്ചാണെന്നില്ല, ആരാണോ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്നത് അവരെ ദൈവം ഈ നൂറ്റാണ്ടിലും ഉപയോഗിക്കുവാനായിട്ട് അത് ഇടയായിത്തീരും. സ്തോത്രം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് ഞാൻ മൂലം മറ്റൊരാളാണ് ഇവിടെ കർത്താവിനെ അറിയുവാനിടയായിത്തീരണം. അത് എത്രയാണ് എന്റെ പരിധി എന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് എത്രത്തോളം എന്നെ നയിക്കുന്നുവോ അതുവരെയും പ്രവർത്തിക്കാൻ എന്നെ അവിടെ ഇടയാക്കണമേ എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ കർത്താവിന് ഇടയാക്കട്ടെ. അടുത്ത ഒരു ഇന്നത്തെ ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമയം പരിധിക്ക് കിടക്കുന്നു. അതുകൊണ്ട് 26-ാമത്തെ ഇന്നത്തെ മനഃപ്പാഠ വാക്യമായിട്ട് നമ്മൾ ഈ അധ്യായത്തിൽ നിങ്ങൾ പഠിക്കേണ്ട വാക്യം 26-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? കണ്ടോ, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെയും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. കണ്ടോ, നമ്മെ എന്താണ് അനുഗ്രഹിക്കേണ്ടതിന്, കേട്ടോ, നമ്മെ സഹായിക്കേണ്ടതിനായിട്ടാണ് തന്നെ കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. 26 ഇംഗ്ലീഷ്. To you first, God, having raised up his servant Jesus, sent him to bless you in turning away from every one of you from your iniquities. ആമേൻ. കുട്ടികൾ ഇംഗ്ലീഷിലും മുതിർന്നവരെല്ലാം മലയാളത്തിൽ ഈ വാക്യം പഠിക്കണം. 3 അപ്പോൾ നമ്മള് 26 വാക്യങ്ങളാണ് ഇതിനകത്തുള്ളത്. 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവം മുടന്തൊരു സൗഖ്യം, പത്രോസും യോഹന്നാനും ിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ പത്രോസിന്റെ പ്രസംഗത്തെ കാണുന്നു. അവസാനമായിട്ട് നമ്മൾ 26-ാമത്തെ വാക്യം ഇന്നത്തെ മനഃപ്പാഠ വാക്യമായിട്ടും കൂടെ നമ്മൾ പഠിക്കണം. എല്ലാവരും അത് ഗ്രഹിക്കണം. 2-1 ഒന്നാമത്തെ നമ്മുടെ കീവേഡ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? 1:8 കേട്ടോ. എല്ലാവരും പഠിക്കണം. 1:8 2:38 കേട്ടോ. പഠിച്ചു, എല്ലാവരും പഠിക്കണം. അത് മൊത്തം അടുത്ത ദിവസങ്ങളിൽ ഇടയ്ക്ക് വരുമ്പോ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വാക്യം മനഃപ്പാഠവാക്യം ചോദിക്കും. അത് നിങ്ങൾ എഴുതണം. അത് എല്ലാവരും പഠിച്ചോണം. അത് എന്താണ് ശ്രദ്ധിക്കാതെ വിട്ടേക്കരുത്. 28 അധ്യായം പഠിക്കുമ്പോൾ 28 വാക്യം നിങ്ങൾ കാണാതെ പഠിക്കും.
നിങ്ങൾക്ക് ഈ അധ്യായം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് ഒരു ചെറിയ അധ്യായമാണ്. ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യണം. പത്രോസിന്റെ പ്രസംഗം, അവർക്ക് എന്താണ് ഇവനുണ്ടായ സൗഖ്യം, ആരാണ് ഇവന് സൗഖ്യം കൊടുത്തത്, അതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. അതാണ് വെളിപ്പെടുത്താനായിട്ട് അതിലെ കേട്ടോ. അടുത്തത് സഭ ആദ്യം കൂടിയിരുന്ന സഭ എന്ത് ചെയ്തു? പുറത്തോട്ട് വരിക, ആളുകളുടെ ഇടയിലേക്ക്, സമൂഹത്തിലേക്ക് വരുമ്പോൾ സഭയ്ക്ക് ദൈവം അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ 3 അധ്യായം നമ്മൾ പഠിച്ചു. 1-ാം അധ്യായത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. 2-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിന്റെ അവരോഹണം. 3-ാം അധ്യായത്തില് മുടന്തന്റെ സൗഖ്യം കേട്ടോ. അപ്പം പ്രധാനപ്പെട്ട സംഭവങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഓർത്തോണം, ഇന്ന അധ്യായത്തിൽ ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ എന്താണ് ആദ്യം പറയൂ, അപ്പോൾ തന്നെ മനസ്സിലാക്കുകയും നിങ്ങൾ ചെയ്തോണം. ദൈവം നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്യം കൂടി ഒന്ന് വായിക്കാനായിട്ട് ഉണ്ട്. അതുകൂടി ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒരാളെടുക്കാമോ? ഒരാൾ യോഹന്നാൻ 9:8 കൂടെ ഒന്ന് വായിച്ചു. അയച്ചു. 4:16 യോഹന്നാൻ. അപ്പം ഞാൻ ഇത് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അവിടെ ശമരിയ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത്. അവൾ എന്ത് ചെയ്തു? ആ പട്ടണം മൊത്തം ആരെ കുറിച്ച് പറഞ്ഞു? യേശുവിനെ കുറിച്ച്. ശമരിയ മൊത്തം യേശുവിനെ കുറിച്ച് പറഞ്ഞു. ആ സംഭവം നിങ്ങൾ നോട്ട് ചെയ്തിട്ടോ, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. മുമ്പ് പറഞ്ഞല്ലോ, അവൻ ഈ മുടന്തനായവൻ എന്ത് ചെയ്തു? ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് ചേർന്നിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ലഭിക്കുന്ന സൗഖ്യം നമ്മൾ സമൂഹത്തിലേക്ക്, പട്ടണത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുവാനിടയായിത്തീരണം. മറ്റൊരു വാക്യം കൊണ്ട് വായിച്ചു. യോഹന്നാൻ 9:8 ഇത് വായിച്ചു. കണ്ടോ? സ്തോത്രം. കണ്ടോ? യേശു എന്ന പേരിലോട് മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിൽ മേൽ കുശി ശീലഹാഘോഷിച്ചെന്ന് കഴിയുവാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. അത് ശിലഭാകുളത്തിൽ പോയി കഴുകുന്ന കണ്ടോ. അവിടെ എന്ത് ചെയ്തു? അവരെ ഒത്തിരി പേര് കൂടി വന്നു. നിനക്ക് എങ്ങനെയാ സൗഖ്യം ഉണ്ടായപ്പോ പറഞ്ഞു, യേശു എന്ന ഒരു വ്യക്തി എന്നെ എന്ത് ചെയ്തു? എന്നെ തൊട്ടു എന്ന് പറഞ്ഞോളൂ. സൗഖ്യം തരാൻ കഴിയുന്നത് അതിലൂടെയാണ്, യേശുവിലൂടെയാണ് നമുക്ക് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് അതേ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് നമുക്ക് ഓരോരുത്തർക്കും ഈ കേട്ടത് ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു വ്യക്തിയിലേക്ക് യേശുവിനെ എത്തിക്കുവാനായിട്ട്, യേശുവിനെ കൊടുക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കാം. ഏതെങ്കിലും കാര്യങ്ങൾ 3-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 3-ാം അധ്യായത്തില് ചോദിക്കാം.